Age of Empires, one of the best games in the history of gaming. ഈ ഗെയിമാണ് മറ്റ് ക്ലാഷ് ഓഫ് ക്ലാൻസ് പോലത്തുള്ള ഗെയിമിന് പ്രചോദനമായി വന്ന ഗെയിം. അതായത് ഏജ് ഓഫ് എംപയേഴ്സ് മൈക്രോസോഫ്റ്റ് 1900 ഇറക്കിയ ഒരു ഗെയിമാണിത്. അപ്പോൾ ഈ ഗെയിമിനകത്ത് നമ്മൾ ഓരോ അതായത് ചരിത്രത്തിൽ ജീവിച്ച് പൊരുതി മരിച്ച ഓരോ രാജാക്കന്മാരെയും ഓരോ ചക്രവർത്തികളുടെയും കഥയാണ് നമ്മൾ കളിക്കുന്നത്. ഈ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഹിസ്റ്ററി പഠിക്കാം. അതേസമയം ഇത് സ്ട്രാറ്റജിക് ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിമിനകത്ത് കുറേ മോഡ്സ് ഉണ്ട്. ദ ഫോർഗോട്ടൺ ക്യാമ്പെയിൻസ്, ദ റൈസ് ഓഫ് രാജാസ്, ദ ഫോർഗോട്ടൺ, അങ്ങനെ കുറേ ഉണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോൾ ദ ആഫ്രിക്കൻ കിങ്ഡംസ് എടുക്കുകയാണെങ്കിൽ സുഞ്ചാത്ത, താരിഖ് ബിൻ സിയാദ്, ഫ്രാൻസിസ്കോ ഡി അൽമീഡിയ ഈ സിറ്റി ഓഫ് ഗോൾഡൊക്കെ കണ്ടുപിടിക്കാൻ പോയ പുള്ളിയാണ് ഫ്രാൻസിസ് ഡി അൽമീഡിയ. അപ്പോൾ അങ്ങനെ ഓരോ ചരിത്രത്തിലുണ്ടായിരുന്ന ഓരോ എന്താ പറയുക ലെജൻഡ്സൊക്കെ വിശേഷിപ്പിക്കുന്ന ആൾക്കാരുടെ കഥ നമുക്ക് കളിക്കാം. അതായത് ഓരോ പാർട്ടായിട്ട് അവരുടെ ഓരോ ക്യാമ്പയിൻസ് നമുക്ക് കളിക്കാം. അപ്പോൾ നമുക്ക് ഗെയിം ഒന്ന് കളിച്ചു നോക്കാം. Age of Empires 2 is about empire building, combat and conquest. You start from humble beginnings, a small village in the Dark Ages. You explore to expand your borders, conduct trade to boost your economy, and research technologies to grow your civilization into a mighty empire. But there are difficulties too. Cunning enemies and rivals that oppose you, powerful castles to destroy, tyrants to bring down. And if you're skillful and a little lucky, you just might build a wonder of the world and create an empire that will stand the test of time. To learn how empires are built, help our first hero, William Wallace, in his fight against his oppressors. We are without a leader. The dead king of Scotland has no heir. War creeps in from the south, where Edward Longshanks, the avaricious king of England, has returned from successful campaigns to conquer Wales and France. As Longshanks turns his attention to Scotland, the shadow of fear settles across the Highlands. The English have thousands of Welsh longbowmen, hundreds of knights on horseback, and dozens of siege weapons. We Scottish have a rabble of untrained soldiers who do not even know how to march in a straight line. We must act soon if we have any chance of resistance. We need to forge an army by any means necessary. ഈ ഗെയിമിൻ്റെ വേറൊരു പ്രത്യേക ഫീച്ചറാണ് അതിൻ്റെ സൗണ്ട്, BGM, പിന്നെ അതിൻ്റെ സ്റ്റോറി ലൈൻ. അതൊക്കെയാണ് ഈ ഗെയിം ഇത്രയും എന്താ പറയുക പ്രശസ്തി നേടാനുള്ള കാരണം. നമുക്ക് ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കാം. ഓക്കെ, മാപ്പ്. അപ്പം ഫസ്റ്റ് തന്നെ അറിയേണ്ടതെന്ന് പറയുമ്പം നമുക്ക് ഈ ബോട്ടം റൈറ്റ് കോർണറായിട്ട് നമ്മുടെ മാപ്പ്, ഷോർട്ട് മാപ്പ് കാണിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ഹോൾ ഏരിയയുടെ ഒരു മിനിയേച്ചർ വെർഷനാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് അത് സ്ക്രീൻ കുറച്ച് നീങ്ങണമെങ്കിൽ മൗസിൻ്റെ കേഴ്സർ മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും നീക്കി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ കുറേ ഡാർക്ക് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഏരിയാസ്. അങ്ങോട്ടൊക്കെ നമ്മളൊരു ട്രൂപ്പിനെ കിടത്തി വിടുമ്പോൾ ആ ട്രൂപ്പ് എന്താ പറയുക ആ ഏരിയ എക്സ്പ്ലോർ ചെയ്ത് ആ മാപ്പിൽ തെളിഞ്ഞ് കാണും. അത് വലിയ മാപ്പിലും ചെറിയ മാപ്പിലും തെളിഞ്ഞ് കാണും. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ അതായത് ഒരു ക്യാരക്ടറിന് ഒരു ട്രൂപ്പിനെ ലെഫ്റ്റ് ക്ലിക്ക് അടിച്ച് നമുക്ക് എങ്ങോട്ടാണ് നീങ്ങേണ്ടത് അവിടെ പോയി റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ ആ ട്രൂപ്പ് അങ്ങോട്ട് നീങ്ങും. പിന്നെ നമുക്ക് ഇവിടുന്ന് 3 ട്രൂപ്പിനെ കിട്ടി. ഇപ്പോൾ കുറേ ഒന്നിൽ കൂടുതൽ ട്രൂപ്പ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് അടിച്ച് അതായത് കേഴ്സർ ഡ്രാഗ് ചെയ്ത് ഒരു ബോക്സ് ഉണ്ടാക്കി അവരെല്ലാവരെയും അതിൻ്റെ ഉള്ളിൽ സെലക്ട് ചെയ്ത് അവരെല്ലാവരും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് കൊണ്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ആ ട്രൂപ്പ് അങ്ങോട്ട് നീങ്ങും. അറ്റാക്ക് ചെയ്യാനും ഇതേ സെയിം പ്രോപ്പർട്ടി, അതായത് ഗ്രൂപ്പായിട്ട് അവരെ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ഒരു എനിമി ഔട്ട് പോസ്റ്റ് ഉണ്ട്. ഔട്ട് പോസ്റ്റിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ മതി. അപ്പോൾ ഔട്ട് പോസ്റ്റ് അറ്റാക്ക് ചെയ്യും. ഔട്ട് പോസ്റ്റ് അത് ബിൽഡിങ്സ് മാത്രമല്ല എനിമീസിനെ അറ്റാക്ക് ചെയ്യാൻ സെലക്ട് ചെയ്തിട്ട് ആ എനിമീൻ്റെ നേരെ പോയിട്ട് മൗസും കൊണ്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ട്രൂപ്പ് ആ എനിമിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും.
Scotland has soldiers now, if only a few. But if we are to turn back the greed of Edward Longshanks, we will need many more recruits. Much more gold in our coffers. These ancient stones and oaks around us will soon be steeped in the blood of clansmen. An army marches on its stomach, or so the old saying goes. My clansmen have been farming and tending sheep for hundreds of years, but gathering enough food to feed an army is a different matter entirely. Without a strong economy, the meager forces that we've cobbled together will collapse again. അപ്പം നമുക്ക് രണ്ടാമത്തെ മിഷൻ കളിച്ച് നോക്കാം. അപ്പോൾ ഈ ഇൻ്റർഫേസിനെ പറ്റി ആദ്യം അറിയേണ്ടത് ടോപ്പ് റൈറ്റ് മോസ്റ്റ് അതായത് ബട്ടൺ, അതായത് ഒരു സ്ക്രോൾ, ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കി സ്ക്രോളിൻ്റെ ഇത്, അതാണ് ഓപ്ഷൻസ് മെനു. അതിനകത്താണ് സേവ് ലോട്ടുള്ളത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു എന്താ പറയുക, ഒരു ഇല ഒരു പീസിൻ്റെ സിമ്പിളിനകത്തൊക്കെ, അതായത് ഒരു പ്രാവ് പീസ്, ഒരു ഇല കടിച്ചോണ്ടിരിക്കില്ലേ, ആ ഇല, അതിൻ്റെ ഇതാണ് ഡിപ്ലോമാറ്റിക് സ്റ്റാൻസ്. അതിപ്പോൾ നമുക്ക് അതിനകത്ത് കുറേ യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ഓരോ യൂണിറ്റ്സുമായിട്ട് നമ്മളുടെ സ്റ്റാൻസ് എന്താണെന്ന് അറിയാനുള്ളത്, അതായത് എനിമിയാണോ ന്യൂട്രൽ ആണോ ആലയാണോ എന്ന് അറിയാനോ അതാണ് ഉപയോഗിക്കുക. ഓരോ ട്രൂപ്സിനും ഓരോ കളറിലേക്ക്. ഇപ്പോൾ എൻ്റെ കളർ എന്ന് പറയുമ്പോൾ നീലയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു ഹോണിൻ്റെ, അതായത് ഒരു ഹോണിൻ്റെ, ഒരു ഗോൾഡൻ ഹോണിൻ്റെ ചിഹ്നം ഉണ്ടാവും. ആ ചിഹ്നത്താണ് നമുക്ക് മെസ്സേജ്, അതായത് ഓൺലൈൻ കളിക്കുമ്പോൾ ട്രൂപ്സായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ പ്ലേയേഴ്സുമായിട്ട് മെസ്സേജ് അയക്കാനും, പിന്നെ ചീറ്റ് കോഡും അവിടെയാണ് ആക്ടിവേറ്റ് ചെയ്യാൻ, അതിനെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ഈ ഡെവലപ്മെൻറ്റ് ട്രീ ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒബ്ജക്റ്റീവ്സ്. പിന്നെ ടോപ്പ് ലെഫ്റ്റിലുള്ളത് നമുക്ക് നമ്മൾ കളക്ട് ചെയ്യേണ്ട വുഡ്സ്, നമ്മുടെ സപ്ലൈ വുഡ്സ് എത്രയുണ്ട്, ഫുഡ് എത്രയുണ്ട്, ഗോൾഡ് എത്രയുണ്ട്, പിന്നെ സ്റ്റോൺസ്, പിന്നെ നമ്മുടെ വില്ലേജസ് എത്ര വരുന്നുണ്ട്. വില്ലേജസ് മാത്രമല്ല, നമുക്ക് മൊത്തം നമ്മുടെ ട്രൂപ്സ് എത്ര വരുന്നുണ്ട്. ഇപ്പോൾ വുഡ്, ഗോൾഡ്, സ്റ്റോണ്, പിന്നെ ഫുഡ്, ഇത് നമുക്ക് കളക്ട് ചെയ്യണം. 50 ആക്കണം. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റീവ്. പിന്നെ ഇതിനകത്ത് ഓരോ ഏജസ് ഉണ്ട്. നമ്മളിപ്പോൾ ഡാർക്ക് ഏജിലുള്ള ഏറ്റവും ടോപ്പിൽ ഒരു സെൻറ്ററിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, നമുക്ക് ഡാർക്ക് ഏജ് എഴുതി ഉണ്ടാവും. അതാണ് നമ്മൾ ഏത് ഏജ് ആണെന്ന് അറിയാനുള്ളത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഡാർക്ക് ഏജിലാണുള്ളത്. ഇത് കഴിഞ്ഞാൽ ഫ്യൂഡൽ ഏജിലൊക്കെ നമുക്ക് അഡ്വാൻസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ കാസിൽ ഏജ്, പിന്നെ ഇമ്പീരിയൽ ഏജ്, പോസ്റ്റ് ഇമ്പീരിയൽ ഏജ്, അങ്ങനെ കുറേ ഏജസ് ഉണ്ട്. ഏറ്റവും അവസാനത്തെയാണ് പോസ്റ്റ് ഇമ്പീരിയൽ ഏജ്. അവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് കാസിൽസ് ഉണ്ടാവും, അതായത് ഫ്ലെയിം ത്രോവേഴ്സ്, അങ്ങനെ കുറേ നമ്മുടെ സിവിലൈസേഷൻ ഡെവലപ്പായി കുറേ പുതിയ ബിൽഡിങ്സ്, പുതിയ രീതികൾ, പുതിയ സോൾജേഴ്സിനൊക്കെ നമുക്ക് അവിടെ നിന്നാണ് കിട്ടുക. നമുക്കിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഇത്രയേ ഉള്ളൂ. അത് വുഡ്, ഫുഡ്, ഇതൊക്കെ കളക്ട് ചെയ്യുക. നമുക്ക് വില്ലേജിനെ ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചിട്ട് നേരത്തെ ചെയ്തോ തന്നെ റൈറ്റ് ക്ലിക്ക്, ഇപ്പോൾ ഗോൾഡിൻ്റെ അടുത്തുകൊണ്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് വില്ലേജർ പോയി ഗോൾഡ് കളക്ട് ചെയ്യും. മാക്സിമം കപ്പാസിറ്റി വില്ലേജറിൻ്റെ 10 പക്ഷേ അത് പിന്നീട് നമുക്ക് അതായത് പോസ്റ്റ് ഇമ്പീരിയൽ ഏജൊക്കെ എത്തുമ്പോൾ നമുക്ക് ഇതിനെ ഇൻക്രീസ് ചെയ്ത് 15-20 ആക്കാം. ഇപ്പോൾ കുറച്ച് പേര് ഞാൻ വുഡ് കളക്ട് ചെയ്യാൻ വിട്ടിട്ടുണ്ട്, കുറച്ച് പേര് ഗോൾഡ് കളക്ട് ചെയ്യുന്നു, കുറച്ച് പേര് ഫുഡ് കളക്ട് ചെയ്യുന്നു. ഫുഡ് നമുക്ക് ഈ ബുഷസിനകത്ത് മാത്രമല്ല, ഇതിനകത്ത് ഈ മാന്, ഷീപ്പ്, അങ്ങനത്തെ സാധനങ്ങളും കൊണ്ട് നമുക്ക് വേണം അവരെ അറ്റാക്ക് ചെയ്തത് വില്ലേജസിനെ വിട്ട് അതിനെ കൊന്ന് അതിൻ്റെ ഫുഡ്, അതായത് അതിൻ്റെ മീറ്റ് എടുത്ത് നമുക്ക് ഫുഡ് ആക്കാം. നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് തീരും. 50 ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ ഈ മെഷീൻ കഴിഞ്ഞു. ഓക്കെ, ആയി. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്തു. ഒബ്ജക്റ്റീവ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ക്വിറ്റ് ചെയ്യാം. യു ആർ വിക്ടോറിയസ്. ഇതിൻ്റെയൊക്കെ BGM ആണ് പൊളി. Edward Longshanks, for all his disrepute, has shown military tactics in Wales, England and France to be very effective, if not cruel and ruthless. He's indeed an enemy to be feared. The English sacked the town of Berwick upon Tweed. Would that I could call it a battle, but it was truly more of a massacre. Unless we organize our army, there will be more massacres to follow. I pray we can be ready for Longshanks' coming.
പിന്നെ ഈ ഗെയിമിൻ്റെ വേറൊരു മേജർ ഫീച്ചറാണ് മാപ്പ് എഡിറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ സിനേറിയോസ്, നമ്മളിപ്പോൾ കളിച്ച സിനേറിയോ അതൊക്കെ ഓരോ ആൾക്കാർ ഉണ്ടാക്കിയ സിനേറിയോസ് ആണ്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റമായിട്ട് നമുക്ക് കളിക്കാൻ ഒരു സിനേറിയോ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഒരു സിനേറിയോ, ഒരു നോർമൽ സിനേറിയോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ബേസിക് വെർഷൻ. അപ്പോൾ നമുക്ക് ഏതാ മാപ്പ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു എം ടി മാപ്പിൻ്റെ അടുത്താണ് ഇപ്പോൾ വരും എം ടി മാപ്പ്. അതായത് ഇതിനകത്ത് ഏറ്റവും മീഡിയം വെർഷൻ, സ്റ്റാൻഡേർഡ് വെർഷൻ മാപ്പാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ലാർജ് ഉണ്ട്, സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ അതിനകത്ത് ഒരു മീഡിയം ലെവൽ മാപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ മാപ്പിനകത്ത് നമുക്ക് വേണമെങ്കിൽ മരങ്ങൾ, അതായത് മരങ്ങൾ ആഡ് ചെയ്യാം. ഇപ്പോൾ ടെറൈനിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അക്കേഷ്യ ട്രീസ്, ബാമ്പു, അങ്ങനെ കുറേ നമുക്ക് മരങ്ങൾ ഓരോ മാപ്പിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാം. നേരത്തെ നമ്മൾ മാപ്പിനകത്ത് കുറേ ബിൽഡിങ്സ് കണ്ടു. നേരത്തെ നമ്മൾ കളിച്ചപ്പോൾ ബിൽഡിങ്സ് കണ്ടു, പിന്നെ ട്രൂപ്സ് കണ്ടു, പിന്നെ മരങ്ങൾ കണ്ടു, ഔട്ട് പോസ്റ്റ് കണ്ടു. അതൊക്കെ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി വെക്കാൻ പറ്റണം. നമുക്ക് ഈ മാപ്പ് എഡിറ്റർ വഴിയാണെങ്കിൽ നമുക്ക് ഒരു സിനേറിയോ തന്നെ ഉണ്ടാക്കാം. ഇത് തന്നെ നമുക്ക് സ്റ്റേ ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ നമുക്ക് ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ ഒരാൾ പറയുന്ന പോലെ മെസ്സേജസ്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണം വേറെ സിവിലൈസേഷൻ, അതായത് ഇപ്പോൾ ഒരു മാപ്പിൽ തന്നെ നമുക്ക് വേണം വെവ്വേറെ സിവിലൈസേഷൻ ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഇന്ത്യയിലുണ്ടായിരുന്ന, അതായത് പൃഥ്വിരാജ് ചൗഹാൻ, പുള്ളിയുടെ സിവിലൈസേഷനും റോമിലുണ്ടായിരുന്ന വേറെ ഏത് സിവിലൈസേഷൻ നമുക്ക് ഒറ്റ മാപ്പിൽ തന്നെ ആഡ് ചെയ്യാം. അങ്ങനെ കുറേ വഴികളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മറ്റേ നമ്മൾ കുറച്ച് മുമ്പ് ഫ്രാൻസിസ്കോ ഡി എൽ മീഡിയ, അതായത് ആമസോൺ കാർഡിലുള്ള ഗോൾഡ്, അതായത് സിറ്റി ഓഫ് ഗോൾഡൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്ന അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരേ ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഗെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്ട്രാറ്റജി ഗെയിമാണ്. കുറേ അഡ്വഞ്ചർ ഉണ്ട്, പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് കൂട്ടാം. എന്ന് പറയുമ്പോൾ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഓപ്ഷൻസാണ്. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇത് ക്രിയേറ്റ് ചെയ്യാം. അത് കുറേ വഴികളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ടെറൈനിൽ വേണം ഐസ് ആഡ് ചെയ്യാം. അതേസമയം ഇപ്പോൾ ഞാനിവിടെ ഓട്ടം, ഓക്കെ, ഇവിടെ ഐസ് എവിടെയോ ഉണ്ട്, യെസ് ഐസ് കിട്ടി. അപ്പോൾ ഐസ് ആഡ് ചെയ്യാം. എന്ന് പറയുമ്പോൾ നമുക്ക് ടെറൈൻ എങ്ങനെ വേണം, നമുക്കൊരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ക്രിയേറ്റിവിറ്റിൻ്റെ അങ്ങേയറ്റം. അതായത് ഒരു മാപ്പിൽ എന്ത് വേണം, നമുക്കൊരു സിറ്റീസ് തന്നെ ക്രിയേറ്റ് ചെയ്യാം, ഒരു സിവിലൈസേഷൻ, എൻ്റയർ നേഷൻസ്, ഏറ്റവും വലിയ സിവിലൈസേഷൻ വരെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാം. നമുക്ക് വേണം അതിന് പേര് കൊടുക്കാം. നമുക്ക് സ്വന്തം പേരിടാം സിവിലൈസേഷന്. എല്ലാം നമ്മൾ തീരുമാനിക്കുന്ന പോലെ തന്നെ. അതായത് അതുമാത്രമല്ല, ഈ ഗെയിമിൽ ഇൻ ഗെയിം ആയിട്ട് നമുക്ക് കളിച്ച്, അതായത് ഡ്രാക്കുള, പിന്നെ ഗെങ്കിസ് ഖാൻ, താരിഖ് ബിൻ സിയാദ്, പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ, അങ്ങനെയൊക്കെ മിഷൻസ് കളിച്ച് നമുക്ക് അവരുടെ കഥ പഠിക്കാം. അവരെങ്ങനെയാണ് ജീവിച്ചത്, അവരെങ്ങനെയാണ് മരിച്ചത്, അവർ കീഴടക്കിയത് എങ്ങനെയാണ്, അവരുടെ വാർ രീതികൾ, യുദ്ധത്തിന് പോയിരുന്ന രീതികൾ എങ്ങനെയായിരുന്നു, അവരുടെ ട്രൂപ്സ് എങ്ങനെയായിരുന്നു, കുതിരപ്പടയാളികൾ, ഒട്ടകത്തിന് മുകളിലുള്ള പടയാളികൾ, പിന്നെ കാവൽറി സ്കൗട്ട് കാവൽറി, അങ്ങനെ കുറേ ട്രൂപ്സ് പേരും പഠിക്കാം. അവരുപയോഗിച്ചിരുന്ന ടെക്നോളജി, അതായത് അവരെത്രത്തോളം ഇൻഡസ്ട്രിയിൽ അഡ്വാൻസ്ഡ് ആയിരുന്നു നല്ല അറിഞ്ഞിരിക്കാം. അതുകൊണ്ടാണ് ഈ ഗെയിം വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് ആണെന്ന് ഞാൻ ആദ്യം വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്.
പിന്നെ ഇതിനകത്ത് നമുക്ക് ബിൽഡിങ്സ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ബിൽഡിങ്സ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബറാക്സ് ആഡ് ചെയ്തു, ബ്ലാക്ക് സ്മിത്ത് ഹട്ട്, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ബ്രിഡ്ജസ്, കുറേ കാസിൽസ്, കത്തീഡ്രൽസ് എല്ലാം നമുക്ക് ഈ ഗെയിമിൽ ആഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടം, നമുക്ക് ഏത് രീതിയിലാണോ വേണ്ട അതുപോലെ നമുക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെനുവിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സിനേറിയോ എങ്ങനെ ഉണ്ടാകും. ഇത് ഒരു ബേസിക് ആയിട്ടുള്ള സിനേറിയോ, ഇതിന് സ്റ്റോറി ലൈൻ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനേ പറ്റുള്ളൂ. ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാം, ട്രൂപ്സിനെ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ടെക്നോളജിക്കലി അഡ്വാൻസ് ആവും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് ഞാൻ കത്തീഡ്രലും കാസിലും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കാസിലേജിലേ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഡാർക്ക് ഏജിലാണ്. അതാണ് പറയുന്നത്, ഈ മാപ്പ് എഡിറ്ററിൽ നമുക്ക് വേണമെങ്കിൽ 2 വെവ്വേറെയുള്ള സിവിലൈസേഷനോ ഒരു ഇതിലൊക്കെ തന്നെ കൊണ്ടുവരാമെന്ന്. ഓക്കെ, ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാം. ഇത് ഇപ്പോൾ ബേസിക് സിനേറിയോ ഉണ്ട്, ഇത്രേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത സെഗ്മെൻറ്റ്, അടുത്ത വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്ന, അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എവിടെയും പോയേക്കരുത്. താങ്ക് യു ഗൈസ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ അടുത്ത് തന്നെ ഉണ്ടാവും.